ഹായ് ഗേയ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വിശേഷത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ബീഫൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ ഇളയച്ചനൊക്കെ പോയിട്ട് മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്യായിരുന്നു. അപ്പോൾ തിരക്ക് കാരണമൊക്കെ ഇവിടെ വന്നിട്ട് അനിയത്തിയും ഇളയച്ചനും കൂടിയാണ് കട്ട് ചെയ്തതൊക്കെ കേട്ടോ. അങ്ങനെ തറവാട്ടിലെ മേമയും വന്നു കേട്ടോ സഹായത്തിനൊക്കെ ആയിട്ടേ. ഉള്ളിയും മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിയാനും അതിനൊക്കെ ആയിട്ടോ. അപ്പൊ ഞാനിതാ നെയ്ച്ചോറാണ് ഞങ്ങളിന്ന് വെക്കുന്നത് കേട്ടോ. നെയ്ച്ചോറിനുള്ള കറുകപ്പട്ട, ഗ്രാമ്പൂ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളത് പാക്കറ്റ് സാധാ നമ്മുടെ ഈ പാക്കറ്റിൽ കിട്ടുമല്ലോ ഒന്നിച്ച് സെറ്റായിട്ടുള്ളത്, അതാ മേടിച്ചത്. അപ്പൊ ജീരകമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ജീരകം ഉണ്ടായിരുന്നു. കൊട്ടിയപ്പോൾ എല്ലാം കൂടി പ്ലേറ്റിക്ക് അങ്ങനെ കൊട്ടി വെച്ചിട്ടോ. പിന്നെ അത് മാറ്റിയെടുക്കുകയാണ് ഞാൻ ഓരോന്ന് കേട്ടോ. ജീരകവും ഗ്രാമ്പും കൂടി എല്ലാം കൂടി ഒന്നിച്ച് കിടക്കുകയാണ്, അതെല്ലാം മാറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും വെക്കേഷന് വന്നിരിക്കുകയല്ലേ. അപ്പൊ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒന്നിച്ചുണ്ടാക്കി കഴിക്കുന്നതൊക്കെ ഒരു സന്തോഷമല്ലേ. പിന്നെ അതാ നെയ്യ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അണ്ടിപ്പരിപ്പും മുന്തിരി അനിയത്തിയാണ് കേട്ടോ ഇറച്ചി ഒക്കെ എല്ലാം റെഡിയാക്കി കഴുകി വൃത്തിയാക്കി തന്നത്. അപ്പം അങ്ങനെ ഇതാ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്ത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തിന് എല്ലാ മുളകും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതാ ബീഫും അങ്ങനെ അടുപ്പത്ത് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോഴത്തിന് തന്നെ ഇതെല്ലാം അടുപ്പത്ത് കയറിയപ്പോഴത്തേന് തന്നെ ആർക്കും വിശപ്പ് സഹിക്കാൻ വയ്യാതായിട്ടോ. ചോറൊന്നും ആവാൻ ഒഴിവില്ല കേട്ടോ. അപ്പോഴത്തേന് ഭക്ഷണം കഴിക്കണം. അവരൊക്കെ വിശന്നിട്ടേ സമയം ആവണേ ഉള്ളൂ. അപ്പം ഇന്ന് രാവിലെ കടിയൊന്നും ഉണ്ടാക്കില്ല. അപ്പോൾ കുട്ടികള് ചോറിന് വിശന്നാലോ എന്ന് വിചാരിച്ചിട്ടപ്പോൾ അമ്മ റേഷനരി കുറച്ച് അടുപ്പത്തിട്ടു രാവിലെ. അപ്പോൾ അവർ കുട്ടികൾ മേമടോടെ നിന്ന് കുറച്ച് ചോറ് കൊണ്ടുവന്നു. ആദ്യം വെന്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ വാർത്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ അവരത് കഴിക്കുകയാണ്. നെയ്ച്ചോറ് ആവണുള്ളൂ. അങ്ങനെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയൊക്കെ അങ്ങനെ വറുത്തോരി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കണം. ഇനി മസാലക്കൂട്ടുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ കണ്ടതല്ലേ നിങ്ങൾ. അപ്പോൾ അങ്ങനെ ഇതാ വെള്ളമൊക്കെ തിളച്ചു, നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ചു കൂട്ടാ. അപ്പോൾ വെള്ളത്തിൽ കൂടെ തന്നെ നെയ്യിട്ടത്, അതുകൊണ്ട് എന്താണെന്നറിയാം ചോറ് നല്ല ഒട്ടുമില്ല. ബീഫ് കറിയൊക്കെ ആയി വരുന്നുള്ളൂ കേട്ടോ. എന്തായാലും ഞങ്ങളെല്ലാവരും ഇല്ല, ഞങ്ങൾ 10-15 പേരുണ്ടല്ലോ. അപ്പം അങ്ങനെ ഇതാ ചോറൊക്കെ ഇട്ട് അരിയിട്ട് തിളച്ച് വരുന്നുള്ളൂ കേട്ടോ. വെള്ളം തിളയ്ക്കാൻ വെച്ചിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ഇതാ എല്ലാം വെള്ളമൊക്കെ തിളച്ച് അരിയൊക്കെ ഇട്ടിട്ട് ഇനി വെന്ത് ദമ്മിടണം. ദമ്മ് പറഞ്ഞാൽ അങ്ങനെയല്ല, തീയൊന്നും കോരിയിടുന്നില്ല കേട്ടോ. നമ്മൾ വെയിറ്റുള്ള എന്തെങ്കിലും വെക്കണം. ഇനി താഴെ ഫ്രിഡ്ജിൽ ഇനി സർലാസിനുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനി എടുത്തിട്ട് വരണം. അപ്പോൾ അതങ്ങനെ എടുത്തിട്ട് വന്ന് കുട്ടികൾ തന്നെ എടുത്തിട്ട് വന്നു കേട്ടോ. അങ്ങനെ അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം ഒക്കെ വിതറി, അതേപോലെ മല്ലിച്ചപ്പും പുതിനയിലൊക്കെ വിതറി, അങ്ങനെ അതെല്ലാം റെഡി ആയിട്ടൊക്കെ ചോറെല്ലാം റെഡിയായി. ഇപ്പോൾ കറി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ബീഫ് ആയതുകൊണ്ട് അടുപ്പത്ത് തന്നെ ഇരുന്നാൽ ഒന്നും കൂടി ഇങ്ങനെ നല്ല വെന്ത് നല്ല രുചി ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ എല്ലാവരും വരട്ടെ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ രാജേട്ടനും ചെറിയ അനിയത്തിയുടെ ഭർത്താവും എല്ലാവരും വന്നു. അങ്ങനെ കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാനുള്ളതൊക്കെ കൊടുത്തു കേട്ടോ. അവരാണ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനത്തിലിരുന്ന് കഴിക്കാമല്ലോ. അപ്പം അങ്ങനെ താഴത്തുനിന്ന് മേമന്മാരെയും എല്ലാവരെയും വിളിച്ചു കൊണ്ടുവന്നു. അവരും കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കുട്ടികളുടെ കഴിക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് കഴിക്കാൻ കൊടുത്തു. ടോനി ബേബി നല്ല കഴിക്കലാട്ടോ. നോക്കി നോക്ക്. അതിനോട് ഹായ് പറയണോക്കടാ. കുഞ്ഞാറ്റേ ഇങ്ങോട്ടൊക്കെ മമ്മമ്മ ഉണ്ണാണ് പറ. എല്ലാരോടും മമ്മമ്മ ഉണ്ണാണ് പറ. കുട്ടി ഇതാണ്ടോ, അവൾക്ക് വെറും റൈസും പാത്രം കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അവൾക്ക് അങ്ങനെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടാട്ടോ. അപ്പൊ അത് കഴിക്കുകയാണ്. അതിങ്ങനെ പെറുക്കി തിന്നോളൂ. ഇതാണ്ടോ. അപ്പൊ എല്ലാരും കഴിക്കലൊക്കെ കഴിഞ്ഞു. രാജേട്ടൻ വന്നു, കഴിച്ചിട്ട് പോയി. ഒരാളത് റെസ്റ്റ് എടുക്കണു. പിന്നെ മേമന്മാരും എല്ലാവരും വന്നു. എല്ലാവർക്കും കറക്റ്റായിട്ടോ. അമ്മ അടിച്ചു വാരിയായിരുന്നു. അമ്മ ഇവിടെ അടിച്ചു വാരുന്നുണ്ട്. അമ്മയും കഴിച്ചു, എല്ലാവരും കഴിച്ചു. അപ്പം വെക്കേഷന് വന്നതുകൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ചൊക്കെ ഉള്ളതുകൊണ്ടും ഒക്കെ അങ്ങനെ അടിച്ചു പൊളിച്ച് അങ്ങനെ പോയിട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ കുടുംബത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.